നമ്മളെ ഫോണിലെ കുറച്ച് വലിയൊരു വീഡിയോ, അധികം വലിയൊന്നല്ല, 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ. ഈ വീഡിയോ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെക്കണമെങ്കിൽ അത് 30 സെക്കൻഡാ പോകും. 30 സെക്കൻഡ് വാട്സപ്പിന്റെ സ്റ്റാറ്റസ് നമ്മൾ കട്ട് ചെയ്താൽ കറക്റ്റ് ആകുകയില്ല, അത് കറക്റ്റ് ആയിട്ട് സെൻഡ് ആകുകയില്ല. അത് മാത്രമല്ല, ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്ക്, ഇൻസ്റ്റഗ്രാമിലേക്ക്, അങ്ങനെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വലിയൊരു വീഡിയോന്റെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ കറക്റ്റ് അളവായിട്ട് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക? നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് എത്ര സെക്കൻഡിലാണോ വേണ്ടത് അത്രയും സെക്കൻഡുള്ള വീഡിയോ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് ഇപ്പൊ 2 മിനിറ്റുള്ള ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് 30 സെക്കൻഡ് വൈക്രമത്തിൽ കട്ട് ചെയ്ത് അതേപോലെ തന്നെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ സെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം. തീർച്ചയായിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്ത് സെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. സ്റ്റോറി സ്പ്ലിറ്റർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിന് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെ ഇതിൽ സംഭവങ്ങളിൽ നിന്ന് നോക്കുക. നമ്മൾ അത് ഓപ്പൺ ചെയ്താൽ ഇവിടെ സ്റ്റാർട്ട് സ്പ്ലിറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഗാലറി പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോ ഇവിടെ കാണിക്കും. നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പൊ 2.5 മിനിറ്റുള്ള ഒരു വീഡിയോ, 2-3 മിനിറ്റിനടുത്തുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്താൽ മേലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട എവിടെ ഒരു സ്കെയിൽ കാണുന്നില്ലേ, ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര സെക്കൻഡിലാണോ വേണ്ടത് അത്രയും സെക്കൻഡിലേക്ക് മാറ്റുക. ഇവിടെ എങ്ങനെ ഈ ഭാഗത്ത് എത്ര സെക്കൻഡ് എഴുതി കാണിക്കുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് 30 സെക്കൻഡോ 20 സെക്കൻഡോ എത്ര സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. കഴിഞ്ഞ് നമ്മുടെ വീഡിയോ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരേ അളവിൽ നമുക്കത് കട്ട് ചെയ്ത് വന്ന്. ഇനി നമുക്ക് ഇവിടെ ഉള്ള 2 ഓപ്ഷനാണ്. ഒന്ന് സേവ് ടു ഗാലറി. നമുക്കിത് ഇങ്ങനെ തന്നെ വൈക്രമത്തിൽ ഗാലറി സേവ് ആവും. അവിടെ നിന്ന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്, ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സപ്പിന്റെ സ്റ്റാറ്റസിലേക്ക് ഡയറക്റ്റ് കൊടുക്കാം. വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ ഇവിടെ ആ സ്പ്ലിറ്റ് ചെയ്ത വീഡിയോ മുഴുവനായിട്ട് ഇവിടെ വന്ന് 1 by 1 ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഭാഗം നമുക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഭാഗമാണോ വേണ്ടത് ഡിലീറ്റ് ആയി കളയുക. പിന്നെയുള്ള ഓപ്ഷൻ, നമുക്ക് ഇതിൽ തീർത്തുള്ള ഭാഗവും വേണ്ടാന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണോ വേണ്ടത് അതിന്റെ ടിക്ക് മാർക്ക് മാത്രം വെച്ച് ബാക്കി ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് ഷെയർ കൊടുക്കുക. അങ്ങനെ ഷെയർ ചെയ്യുന്നേരം നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെൻഡ് ആകുകയും ചെയ്യും. സംഭവം ഏതായാലും വാട്സപ്പിന്റെ സ്റ്റാറ്റസിലൊക്കെ കറക്റ്റ് ആയിട്ട് വീഡിയോ കട്ട് ചെയ്ത് വലിയ വീഡിയോ സെൻഡ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.